ചിത്ര ചേച്ചിയുടെ ഒരു ആർഡന്റ് ഫാനാണ്. തീർച്ചയായിട്ടും ചിത്ര ചേച്ചിയുടെ മുന്നിൽ പാടാൻ എപ്പോഴെങ്കിലും അവസരം ഉണ്ടായിട്ടുണ്ട്? നേരിട്ട് ചേച്ചി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, എന്നെ അറിയാം. കാരണം വേറൊരു NSSലെ തന്നെ വേറൊരു ടീച്ചറിനെ കണ്ട് പരിചയപ്പെട്ടപ്പോൾ ലാലിയുടെ അറിയാമോ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയണ്ടേ, നമ്മളൊക്കെ എല്ലാവരെയും ഇപ്പം സെലിബ്രിറ്റീസ് ആകുമ്പോൾ ഒരുപാട് പേരെ പരിചയം ഉണ്ടാവും. അപ്പോൾ ഓർത്ത് പറയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോവിഡ് സമയത്ത് എൻ്റെ ഈ പാട്ട് മൈനാകം പാട്ട് വൈറലായ സമയത്താണ് വേറൊരു രാജീവ് എന്ന് പറഞ്ഞാൽ രാജീവേട്ടൻ എൻ്റെ കോളേജ് മേറ്റ് ആയിരുന്നു. പുള്ളി CI ആണ്. അപ്പോൾ അദ്ദേഹം ചിത്ര ചേച്ചിയെ കണ്ടിട്ട് അങ്ങനെ സംസാരിച്ചിരുന്ന ഒരു അവസരത്തിൽ എൻ്റെ പേരിങ്ങനെ പാട്ട് കേൾപ്പിച്ചു. ഡയറക്റ്റ് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടി എനിക്ക്. ഗന്ധർവ സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുദാസിനൊരു ട്രിബ്യൂട്ടായിരുന്നു, നമ്മുടെ ഗാനഗന്ധർവന് ട്രിബ്യൂട്ട് കൂടാണ്. അങ്ങനെയായിരുന്നു ആ പരിപാടി. അപ്പോൾ അദ്ദേഹത്തെ അന്ന് കണ്ടിരുന്നു? പിന്നെ തീർച്ചയായിട്ടും വല്ല അഭിപ്രായങ്ങളും പറഞ്ഞിരുന്നു? അനുഗ്രഹം അദ്ദേഹത്തിൻ്റെ അന്ന് പ്രിയതമ എന്നുള്ള പാട്ട്, അത് സുശീലാമ്മയുടെ പാട്ടാണല്ലോ, അത് ഫൈനലിൽ പാടിയിരുന്നു അദ്ദേഹം. ആ പാട്ട് ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം വളരെ ഇതായിട്ട് ആസ്വദിക്കുന്ന എനിക്ക് നേരിൽ കാണാൻ പറ്റി. ഒത്തിരി സന്തോഷം തോന്നി. ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ടെന്ന് തോന്നുന്നു, ആ പ്രോഗ്രാം കിടപ്പുണ്ടെന്ന് തോന്നുന്നു. 2002 പക്ഷെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതിനുശേഷം അദ്ദേഹത്തിനോടൊപ്പം ആ പ്രോഗ്രാം അവിടെ ഇരുന്ന് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളെ പങ്കെടുത്ത കുട്ടികൾക്ക് എല്ലാവർക്കും കിട്ടി. അതിനുശേഷം ഈ വിന്നേഴ്സിന് മാത്രം, ഫൈനലിൽ എത്തിയവർക്ക് മാത്രം അദ്ദേഹവും കുടുംബാംഗങ്ങളും SPB സാറും വൈഫും ഒക്കെ ആയിട്ടുള്ള ഒരു വിരുന്നുണ്ടായിരുന്നു സൗത്ത് പാർക്ക് റെസ്റ്റോറൻറ്റിൽ. അപ്പം അതിൽ പങ്കെടുക്കാൻ പറ്റി.